2025 ഐസർ എക്സാം മെയ് 25 മക്കളെ. അപ്പൊ എക്സാമിന് മുമ്പ് നിർബന്ധമായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ചില എക്സ്പെക്ടഡ് ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു ഫീമെയിൽ പ്ലാന്റ് 2n = 14 ക്രോമസോംസ് ഉണ്ട്, 4n = 28 ഉണ്ട്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന എംബ്രിയോയിലെ എൻഡോസ്പേമിലെയും ക്രോമസോം നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ മിയോസിസ് നടന്നാൽ n = ഇവിടെ 7 വരുന്നു, ഇവിടെ മിയോസിസ് നടന്നാൽ 2n = 14 വരുന്നു അല്ലെ. അപ്പൊ അത് ഫ്യൂസ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ എംബ്രിയോയില് തീർച്ചയായിട്ടും 3n = 21 ആണ് വരിക കേട്ടോ. ഈവൻ ദോ ട്രിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അത് ചിറയിലായിരിക്കും, അത് മക്കൾ നോക്കണ്ട. ക്രോമസോം നമ്പർ ചോദിച്ചാൽ അത് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഇനി അതിന്റെ എൻഡോസ്പെർമ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫീമെയിലിന്റെ നമ്മൾ 2 ന്യൂക്ലിയസ് എടുക്കണം അല്ലെ. എന്താ കാരണം? ആ പോളാർ ന്യൂക്ലിയർ 2 ഉണ്ടാവും. അപ്പൊ ഇവിടെയും 7 ആണ്, ഇവിടെയും 7 ആണ്. ഇനി പോളൻ ഗ്രെയിൻ ഗമീറ്റ് വരുന്നത് ഒരു 28 ആണല്ലോ. അപ്പൊ 14 ഇങ്ങോട്ട് വരുന്നു. ഇത് മെയിൽ ഗമീറ്റ് ആണ്. ഇത് രണ്ടും പോളാർ ന്യൂക്ലിയർ ആണ്. നിങ്ങൾക്കറിയാം ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നിട്ടാണ് എൻഡോസ്പെർം ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ 2 പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാവും. ആ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് മെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ 7 + 7 + 14 വരുമ്പോൾ എത്ര വരിക? 28 വരും കേട്ടോ. അപ്പൊ നമുക്ക് എൻഡോസ്പെർമിന്റെ നമ്പർ എത്ര തന്നെയാണ് വരുന്നത്? 28 ആണ്. എംബ്രിയോന്റെ നമ്പർ വരുന്നത് 21 ആണ്. പിന്നീട് നമ്മൾ ഐസറിൽ കാണുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കേസിൽ ഇങ്ങനെ കണ്ടാൽ ഇതിന്റെ റെസിപ്രോക്കൽ ക്രോസ്. അപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ നമ്മൾ മെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻസർ മാറും. അപ്പൊ ഏതാണോ ഫീമെയിൽ അത് എൻഡോസ്പേം വരുമ്പോൾ 2 ന്യൂക്ലിയസ് എടുക്കാനായിട്ട് മറക്കരുത്. മോളിക്കുലാർ ബേസിസ് ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ DNA എന്ന് പറയുന്ന പാരഗ്രാഫിൽ നമ്മൾ ആ ഡാറ്റാസ് ഒന്നും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. അതിൽ ശ്രദ്ധിക്കേണ്ടത് 5 × 174 5386 ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇറ്റ് മീൻസ് അത് സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. അപ്പൊ അവിടെ ആ പ്രോബ്ലംസ് വരാം. ചാർഗ്രാഫ് റൂൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാറില്ലേ A+B = C+G. അപ്പൊ A എത്രയുണ്ടോ അത്രയും തൈമിന് ഉണ്ടാവും, സൈറ്റോസിന്റെ പെർസെന്റേജ് എത്രയാണോ ഗ്വാനിന് ഉണ്ടാവും. പക്ഷെ 5 × 174 അങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വൈറസ് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. അപ്പൊ അഡിനിന്റെ അളവ് തന്നാൽ നമുക്ക് തൈമിന്റെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി പ്രിഡിക്റ്റബിൾ എന്നാണ് പറയുക. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കണം. മാത്രമല്ല ചാർഗ്രാഫ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഡബിൾ സ്ട്രാൻഡഡ് DNA എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ നമുക്കറിയാം 2 ന്യൂക്ലിയോടൈഡ്സ് ആർ ജോയിൻഡ് ബൈ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ്. റെപ്ലിക്കേഷൻ പറയുമ്പോൾ അറിയാം പ്രൊകാരിയോട്ടിക് റെപ്ലിക്കേഷൻ ആണ് ഫാസ്റ്റ് എന്ന് ഓർക്കണം കേട്ടോ. 2000 bases per second ആണ് അവർ ഏഡ് ചെയ്തുകൊണ്ടിരിക്കണേ. 18 minutes ആണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതൊക്കെ ആലോചിക്കണം. അതുപോലെ ATP കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എത്ര എനർജി റിച്ച് ബോണ്ട് ഉണ്ട് ചോദിച്ചാൽ 2 ടെർമിനൽ ഫോസ്ഫേറ്റ് ബോണ്ട്. അത് നന്നായിട്ട് ഓർക്കുക. റെപ്ലിക്കേഷനിൽ നമുക്കറിയാം ലീഡിങ് സ്ട്രാൻഡും ഉണ്ട്, ലാഗിങ് സ്ട്രാൻഡും ഉണ്ട് അല്ലെ. എൻസൈം യൂണിഡയറക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, 5' to 3'. ഓക്കെ. അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയാം പ്രൊകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും യൂക്കാരിയോട്ടിക്കും. പ്രൊകാരിയോട്ടിലാണ് ഈ സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഉള്ളത്. അവിടെ പറയുന്നുണ്ട് RNA പോളിമറൈസ് ആണ് DNA അൺവൈൻഡ് ചെയ്യുക. DNA റെപ്ലിക്കേഷനിലാണ് കേട്ടോ മക്കളെ ഹെലിക്കേസ്. അത് തെറ്റരുത്. ഓക്കെ. സംഹൗ ഓപ്പൺസ് ദ DNA ഹെലിക്സ് എന്ന പുസ്തകത്തിൽ ഉണ്ട്. പിന്നെ ഈ സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും കൂടെ ഹെൽപ്പ് ാണ് അവിടെ ആ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണേ. അതുപോലെ തന്നെ പ്രോകാരിയോട്സിലെ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും കപ്ലിംഗ് ആണ്. കാരണം അവിടെ ന്യൂക്ലിയസ് എന്നോ സൈറ്റോപ്ലാസം എന്നോ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മോണോസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ നമുക്കറിയാം അത് എവിടെയാണ്? യൂക്കാരിയോട്സിലാണ്. പോളിസിസ്ട്രോണിക് ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ്? പ്രോകാരിയോട്സിലാണ് അല്ലെ. അവിടെ മെനി സിസ്റ്റംസ് ആർ കോർഡിനേറ്റഡ് ബൈ സിംഗിൾ ഓപ്പറേറ്റർ ആൻഡ് പ്രൊമോട്ടർ. നമ്മൾ ലാക് കോപ്രോൺ അതുപോലത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ മക്കളെ സിസ്ട്രനും ജീനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ജീൻ എന്ന് പറയുമ്പോൾ എനി സെഗ്മെന്റ് ഓഫ് DNA നമുക്ക് ജീൻ എന്ന് വിളിക്കാം. അതൊരു പ്രോട്ടീൻ ഉണ്ടാക്കണം നിർബന്ധമില്ല. സിസ്ട്രൺ ആണെങ്കിൽ അത് DNA സെഗ്മെന്റ് ആണ്, പക്ഷെ അതൊരു പോളിപെപ്റ്റൈഡിനെ സിന്തസൈസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ആ ഡിഫറൻസ് നന്നായി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് കോംപ്ലക്സിറ്റീസ് ആണ് യൂക്കാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷനിൽ. അവിടെ നമ്മൾ RMP അതായത് rRNA, mRNA, tRNA അതിനെ കോഡ് ചെയ്യുന്നത് ആരാണ്? സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? rRNA RNA polymerase 1, mRNA or hnRNA RNA polymerase 2, then tRNA RNA polymerase 3. ചിലപ്പോൾ അത് ആവില്ല വരിക. 5.8, 28, 18 എന്നൊക്കെ പറഞ്ഞ് 8ന്റെ കുറേ ഡാറ്റാസ് ഉണ്ട് അവിടെ. ആ 8ന്റെ ഡാറ്റകളെ ഒക്കെ ഉണ്ടാക്കുന്നത് RNA polymerase 1 ആണ്, rRNA-കൾ കേട്ടോ. പക്ഷേ അവിടെ 5 srRNA, snRNA എന്നൊക്കെ പറഞ്ഞ് കാണും. അത് RNA polymerase 3 ആണെന്ന് നിർബന്ധമായിട്ട് ഓർക്കുക. അതുപോലെ നമുക്ക് ട്രിപ്ലറ്റ് കോഡോൺ
അതാരാണ് ഡെസിഫർ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ നിരൻബർഗ് ആണ്. ജോർജ് ഗാമ ആണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. അടുത്തവണ നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കെമിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത ആരാണ്? യൂസിങ് കോ പോളിമർ ആൻഡ് ഹോമോ പോളിമർ എന്ന് ചോദിച്ചാൽ അത് ഖൊരാനയാണ് കേട്ടോ. അതുപോലെ സിവിറോ ഒക്കോവയാണ് എൻസൈമാറ്റിക് മെത്തേഡ് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനറിൽ ലോങ് സ്ട്രെച്ച് ഓഫ് RNA ഉണ്ടാക്കിയെന്ന് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നന്നായി പഠിക്കുക. അതുപോലെ ഇനീഷ്യേറ്റിംഗ് ഹോമോ എല്ലാവർക്കും അറിയുന്നതാണ്, AUG ആണ്. അതുപോലെ UGG ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവർ രണ്ടാളുടെയും പ്രത്യേകത എന്താന്ന് ചോദിക്കാം. അവര് ഡീജനറസി ഒബേ ചെയ്യുന്നില്ല. ഈ അമിനോ ആസിഡുകൾക്കല്ലാതെ വേറെ ആർക്കും ഒറ്റയ്ക്കുള്ള കോഡോൺസ് ഇല്ല. അവർക്കൊക്കെ ഒരു അമിനോ ആസിഡും മെനി കോഡോൺസ് പ്രസന്റ് ആണ്. അപ്പൊ ഹൗ മെനി കോഡോൺസ് ആർ ഡു നോട്ട് ഒബേ ഡീജനറസി 2? ഏതൊക്കെയാണ് മക്കളെ? അത് മെത്തിയോണിനും ട്രിപ്റ്റോഫാനും ആണ്. മെത്തിയോണിൻ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരണേ? സിസ്റ്റീൻ ഒക്കെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ്. മെത്തിയോണിനും സിസ്റ്റീനും സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ്. അതുപോലെ tRNA ഒരു അഡാപ്റ്റർ മോളിക്യൂൾ ആണ് ക്രിക്ക് വിളിക്കുകയുണ്ടായിരുന്നു. അതാണ് സ്മോളസ്റ്റ് RNA tRNA ആണ്. മോസ്റ്റ് അബണ്ടന്റ് RNA rRNA ആണ്, മക്കൾക്ക് അറിയാം. അതുപോലെ tRNA ആദ്യം അറിയുന്നത് സോല്യൂബിൾ RNA എന്നായിരുന്നു. tRNA 2D മോഡലാണ് നമ്മുടെ ക്ലോവർ ലീഫ് മോഡൽ, 3D മോഡലാണ് ഇൻവേർട്ടഡ് L ഷേപ്പ് അല്ലെ. അതുപോലെ തന്നെ tRNA 3' എൻഡിലാണ് അമിനോ ആസിഡ് ക്യാരിയിങ് സൈറ്റ്. അതൊന്ന് ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. 3' എൻഡിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ആലോചിക്കുക. ദെൻ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് അറിയാം. റൈബോസോമില് 80 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റ് അതിൽ എൻകൗണ്ടർ ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേഷൻ ബിഗിൻ ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെയാണ് mRNA വലിയ സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യാം. അപ്പൊ അത് ഓൺലി റെക്കഗ്നൈസ്ഡ് ബൈ ഇനീഷ്യേറ്റർ tRNA. അതുപോലെ ടെർമിനേഷൻ ഫാക്ടർ റിലീസിങ് ഫാക്ടർ നമ്മുടെ സ്റ്റോപ്പ് കോഡോണിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. UTR എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടോ? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. അത് ബിഫോർ ദ സ്റ്റാർട്ട് കോഡോണും ആഫ്റ്റർ ദ സ്റ്റോപ്പ് കോഡോൺ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിന് DNA ഫിംഗർ പ്രിന്റിംഗ് നിങ്ങൾക്ക് അറിയാം. അലക് ജെഫ്രി ആണ് അത് ചെയ്തത്. ഡിയോക്സി ന്യൂക്ലിയോടൈഡ് അമിനോ ആസിഡ് സീക്വൻസിങ്ങും അദ്ദേഹമാണ് ചെയ്തേക്കണേ. VNTR ആണ് അദ്ദേഹം യൂസ് ചെയ്ത മിനി സാറ്റലൈറ്റ്. അതിൻ്റെ ഒരു ഡാറ്റ 0.1 to 20 kb/s വരെ അതിന് ലെങ്ത് ഉണ്ടാവാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മക്കൾ നോക്കേണ്ട ഒരു ഭാഗം ലാക്ടോപ്രോൺ ആണ്. അതൊരു പോളിസിസ്ട്രോണിക് ആയിട്ടുള്ള ഒരു ഓപ്രോൺ സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. ലാക്ടോസ് ഒരു ഇൻഡ്യൂസർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യണേ. പക്ഷെ ആ ഓപ്രോണിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് നെഗറ്റീവ് ഓപ്രോൺ ആയിട്ടാണ്. കാരണം അവിടെ റിപ്രസർ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ആ സിസ്റ്റത്തിൽ നമുക്ക് 3 സ്ട്രക്ചറൽ ജീൻസ് കാണാനായിട്ട് സാധിക്കും. ZYA അതിന്റെ എൻസൈംസ് നിങ്ങൾ പഠിക്കുക. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ ജീൻ. എന്താ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് വെച്ചാൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ജീൻ എന്നാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് ചോദിക്കാം, ലാക്ടോസ് കൊടുത്താൽ മാത്രമാണോ അത് വർക്ക് ചെയ്യുള്ളൂ? ലാക്ടോസും അലോ ലാക്ടോസും കൊടുത്താൽ അത് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൽ സൈക്കിളിലെ ഏരിയയാണ്. അപ്പൊ അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ G1 ഫേസിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്രൊമാറ്റിഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഒരു DNA മോളിക്യൂൾ ആണ് കേട്ടോ. അതുപോലെ F ഫേസ് എത്തുമ്പോഴാണ് അത് എന്ത് ചെയ്യുക? DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സെമി കൺസർവേറ്റീവ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സത്യത്തിൽ ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ് ഉണ്ടാകുന്നത് അല്ലെ. അതായത് DNA കണ്ടന്റ് ഡബിൾ ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും അപ്പോൾ ഈ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ 2C ആണെങ്കിൽ ഇവിടെ നമുക്ക് 4C ആയിരിക്കും. അത് G2ലും 4C ആയിരിക്കും. ഇനി പ്രോ മെറ്റ അന ടീലോ വരെ അത് 4C ആവും. ടീലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എഗെയിൻ ഈ 4C 2C ആയിട്ട് മാറുക കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെ തന്നെയാണ് മിയോസിസിൽ. മിയോസിസിൽ എന്താന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഹാപ്ലോയിഡ് ആയിട്ട് മാറൂലോ. അതായത് 1C 4 സെൽസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി. G1ല് 2C ആണ്, S-ല് 4C ആണ്, G2ലും 4C ആണ്. ആ 4C മിയോസിസ് 1 കഴിയുമ്പോൾ 2C ആവും. N is equal to 23, N is equal to 23 with 46 chromatids ആയിട്ട് മാറും. അപ്പൊ മിയോസിസിൽ ഹാപ്ലോയിഡ് ആയി മാറുന്നത് എപ്പോഴാ ചോദിച്ചാൽ മിയോസിസ് 1ലാണ് കേട്ടോ. മിയോസിസ് 2 is similar to മൈറ്റോസിസ് എന്നാ പറയാ. അതായത് ഈ 2C വീണ്ടും എന്താവും മക്കളെ? 1C ആവും. 23 റിമൈൻ ചെയ്യും. കാരണം അവിടെയാണ് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനലി ഡിവൈഡ് ചെയ്തിട്ട് എന്താവും? ഓരോ ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറുക കേട്ടോ. അപ്പൊ ഓരോ കെമീറ്റുകളും ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കുക. അതുപോലെ ഡിസ്ജങ്ഷൻ എന്താണെന്ന് നോക്കുക. അനാഫേസ് 1ഉം
അനാഫേസ് 2 തമ്മിലുള്ള ഡിഫറൻസ് നന്നായി ഓർക്കുക. അനാഫേസ് 1 നമ്മൾ ആ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്യൂട്ടിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ് പഠിച്ചിട്ടില്ലേ? അപ്പൊ ക്രോസിംഗ് ഓവർ ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് കയാസ്മേറ്റ് പോയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ടൈമാണ് അനാഫേസ് 1. അവിടെ ഒരു സെൻട്രോമിയർ സ്പ്ലിറ്റിങ്ങും ഇല്ല. പേർഡ് ക്രോമസോംസ് ഡിപ്ലോട്ടിനിൽ നിങ്ങൾക്ക് അറിയാം 22 സെപ്പറേറ്റ് അല്ലേ? അപ്പൊ കയാസ്മേറ്റ് ഫോം ചെയ്യും. ഡയാകൈനസിസിൽ ആ കയാസ്മേറ്റ് ടിപ്പിലേക്ക് മൂവ് ചെയ്യും അല്ലേ? ദെൻ മെറ്റാഫേസിൽ അങ്ങനെ തന്നെ നിൽക്കും. അനാഫേസിലാണ് കയാസ്മേറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഈക്വലി 2 പോളിലേക്ക് പോവുക. അതാണ് ഡിസ്ജങ്ഷൻ. അതിൽ എന്തെങ്കിലും എറർ വരുമ്പോഴാണ് നമ്മുടെ ന്യൂക്ലോയിഡി കാര്യങ്ങളെല്ലാം സംഭവിക്കുക അല്ലെ? ഒരു ക്രോമസോം കൂടി പോവാം, അപ്പൊ ഡൗൺ സിൻഡ്രോം വരാം, ട്രൈസോമി വരാം. അപ്പൊ അതും ഇതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ മക്കളെ? സെല്ല് ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിച്ച് കൺഫേഴ്സ് യുണീക് ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ എന്ന് ചോദിച്ചാൽ പ്ലാസ്മിഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഏതൊക്കെ സെൽ ഓർഗനലിലാണ് എക്സ്ട്രാ ന്യൂക്ലിയർ DNA ഉള്ളതെന്ന് ചോദിക്കാം. അപ്പൊ എക്സ്ട്രാ ന്യൂക്ലിയർ DNA എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഏതാണ്? മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ആണ്. ഇപ്പൊ എപ്പോഴും ക്ലോറോപ്ലാസ്റ്റ് തന്നെ ചോദിക്കുന്നില്ല, പ്ലാസ്റ്റിഡ് എന്നാവാം. കുട്ടികൾ തെറ്റുന്ന ചില വേർഡ്സ് ആണ് പ്ലാസ്റ്റിഡും പ്ലാസ്മിഡും. അപ്പൊ ഓർഗനലിന് ചോദിക്കുമ്പോൾ പ്ലാസ്റ്റിഡ്, അതാണ് ക്ലോറോപ്ലാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യണേ. ഓക്കെ മക്കളെ? അതുപോലെ തന്നെ നമുക്ക് സെൽ ഇൻക്ലൂഷൻ ബോഡീസ്, അതൊക്കെ മെംബ്രെയിൻലെസ് ആണ്. റൈബോസോം മെംബ്രെയിൻലെസ് ആണ്. റൈബോസോമിനെ ഉണ്ടാക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയോലസിലാണ്. അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ന്യൂക്ലിയോലസ് ആക്റ്റീവ്ലി പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന സെല്ലുകളിലെ ലാർജും ന്യൂമറസ് ആണെന്ന് ഓർക്കണം. ഇനിയിപ്പോ ക്രൊമാറ്റിന്റെ കാര്യം ചോദിക്കുമ്പോഴും ക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ അതിൽ DNA ഉണ്ട്, RNA ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് ആലോചിക്കുക. അതുപോലെ ക്രൊമാറ്റിൻ പേക്ക് ചെയ്തിട്ടാണ് ക്രൊമാറ്റിൻ ഫൈബർ ആവണേ. അത് ഒന്നും കൂടെ പേക്ക് ചെയ്ത് ക്രൊമാറ്റിഡ് ആവണം, അത് ക്രോമസോം ആവുന്നു. ആ ഓർഡർ നന്നായി നോക്കുക. യൂക്രൊമാറ്റിൻ, ഹെറ്ററോക്രൊമാറ്റിൻ അറിയാലോ. യൂക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്, ഹെറ്ററോക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. അതുപോലെ മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. മൈറ്റോകോൺട്രിയ മറ്റേണൽ ഇൻഹെറിറ്റൻസിന് കാരണമാവുന്നുണ്ട്. അതേപോലെ ക്ലോറോപ്ലാസ്റ്റും സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഓർ മറ്റേണൽ ഇൻഹെറിറ്റൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഒരു സെൽ ഓർഗനലാണെന്ന് മക്കൾ ഓർത്ത് വെക്കുക. മൈക്രോബോഡീസിന് എക്സാമ്പിൾ ആണ് പെറോക്സിസോമും ഗ്ലയോക്സിസോമും. പ്ലാന്റ്സിലും ആനിമൽസിലും കാണുന്നത് ഏതാ ചോദിച്ചാൽ പെറോക്സിസോം എഴുതി വെക്കണം. ബയോമോളിക്യൂൾ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം. ആൽഫ കാർബണാറ്റം ഉള്ളത് ഏതിലാ ചോദിച്ചാൽ അമിനോ ആസിഡ്സിലാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീത്തൈൻ എന്നാണ് നമ്മൾ അമിനോ ആസിഡ്സിനെ പറയുക അല്ലെ. അതുപോലെ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ഏറ്റവും കൂടുതലുള്ള ഫോസ്ഫോലിപ്പിഡ് ഏതാ ചോദിച്ചാൽ ഒരു ഡൈഗ്ലിസറൈഡ് ആണ്, ലെസിത്തിൻ ആണെന്ന് ഓർത്ത് വെക്കുക. ട്രൂ ഫാറ്റ് എന്താ ചോദിച്ചാൽ അത് ട്രൈഗ്ലിസറൈഡ് ആണെന്നുള്ളത് ഓർക്കുക. കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ആക്ടിവേഷൻ എനർജി എന്താണ് അല്ലെ? അതായത് ഒരു സബ്സ്ട്രേറ്റിന് ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താൻ ആവശ്യമായ എനർജിയാണ്. ആ ഒരു എനർജി ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് അൺസ്റ്റേബിൾ ആണെന്നുള്ളതൊക്കെ ട്രാൻസിയന്റ് ആണ്, അൺസ്റ്റേബിൾ ആണെന്നൊക്കെ ഓർത്ത് വെക്കുക. ദെൻ കോഫാക്ടറിന്റെ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കോഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ? അതും നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള പാർട്ടായിരിക്കും. അപ്പൊ നോൺ പ്രോട്ടീൻ പാർട്ടും പ്രോട്ടീൻ പാർട്ടും ചേരുമ്പോഴാണ് അത് ഹോളോ എൻസൈം ആവണേ. അപ്പൊ ആ കോഫാക്ടർ ഒരു ഓർഗാനിക് മോളിക്യൂൾ കൊണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ട് ടൈറ്റ് ആയിട്ട് അപ്പോ എൻസൈമിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. അപ്പൊ പ്രോസ്തറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹീമാണ്. ഹീമുള്ള എൻസൈംസ് ഏതൊക്കെയാണ്? കാറ്റലൈസേഴ്സ് ആൻഡ് പെറോക്സിഡൈസേഴ്സ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. കോഎൻസൈം എന്ന് പറയുമ്പോൾ ഏതാ വരിക? കോഎൻസൈംസ് ആർ ഓഫൺ വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് ആണ്. അത് ഓർഗാനിക് ആണ്, പക്ഷെ ട്രാൻസിയന്റ് ആയിട്ടാണ് അപ്പോ എൻസൈമിന്റെ കൂടെ നിൽക്കുക. പിന്നെ മെറ്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കോഫാക്ടറിന്റെ കൂടെ ഉണ്ടാവാറ്. സിങ്ക്, കാർബോക്സിൽ പെപ്റ്റിഡേസ് എന്ന് പറയുന്ന പ്രോട്ടിയോലിറ്റിക് എൻസൈമിന്റെ കോഫാക്ടർ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ ആ ഓർഡറിൽ ഒന്ന് പഠിച്ചോളൂ. ഓക്സിഡോ റിഡക്ടേസസ്, ട്രാൻസ്ഫറേസസ്, ഓക്കെ, ദെൻ ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമെറേസസ്, ലിഗേസസ്. ഓക്കെ, റുബിസ്കോ ഒക്കെ ഒരു ലിഗേസ് ടൈപ്പ് ആണ് അല്ലെ? അതൊക്കെ അറിയാലോ. CO, PO, CS, CN അത്തരം ബോണ്ടുകളൊക്കെയാണ് അത് ലിഗേറ്റ് ചെയ്യണേന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനാട്ടമി ചാപ്റ്റർ ഒക്കെ നിങ്ങൾ എളുപ്പമായിരിക്കുമല്ലോ. ഐസോ ബൈലാറ്ററൽ ലീഫ് എന്ന് വെച്ചാൽ മോണോക്കോട്ട് ലീഫാണ്, ഡോൾസി വെൻട്രൽ ലീഫ് എന്ന് വെച്ചാൽ ഡൈക്കോട്ട് ലീഫാണ്. ലീഫ് ആകുമ്പോൾ ആലോചിക്കേണ്ടത് കൺജോയിന്റ് തന്നെയാണ്, ബണ്ടില് കൊളാട്രൽ ആണ്, പക്ഷെ ക്ലോസ്ഡ് ആണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അതേപോലെ എഡാക്സിയൽ ഫ്ലോയ ആയിരിക്കും, എഡാക്സിയൽ സൈല ആയിരിക്കും. എഡാക്സിയൽ എന്ന് പറയുമ്പോൾ അപ്പർ പാർട്ടാണ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് എന്നൊക്കെ പറയുന്നത് മോണോക്കോട്ട് ലീഫിന്റെ അപ്പർ എപ്പിഡെർമിസിൽ കാണുന്നതാണ്. അതുപോലെ നമുക്ക് വാസ്കുലർ ബണ്ടിൽ സിസ്റ്റം പറയുമ്പോൾ ക്ലോസ്ഡ് മോണോക്കോട്ട്
കാണുക. റൂട്ടിൽ സെക്കൻഡറി തിക്കനിങ് നമുക്ക് മോണോകോട്ടിൽ പഠിക്കാനേ ഇല്ല. ഡൈക്കോട്ടിൽ റൂട്ടിൽ സെക്കൻഡറി തിക്കനിങ് ഉണ്ട്. അവിടെ വാസ്കുലാർ കാമ്പിയം എറൈസ് ചെയ്യുന്നതും ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവുന്നതൊക്കെ പെരിസൈക്കിളിൽ നിന്നാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതുപോലെ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫിഗർ ഓർത്ത് വെച്ച് അതിന്റെ കാര്യങ്ങൾ കിട്ടും. കാരണം അവിടുത്തെ വാസ്കുലാർ കാമ്പിയം പാർഷ്യലി പ്രൈമറിയും പാർഷ്യലി സെക്കൻഡറിയും ആണ്. അവിടെ ബണ്ടിൽ ക്യാപ്പ് ഉണ്ട്, സ്ക്ലീറൻകൈമാറ്റസ് ആണ്, സെമി ലൂണാർ പാച്ച് ആണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ വൈറസ് ഫ്രീ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ മെരിസ്റ്റം കൾച്ചർ ആണ് നമ്മൾ ചെയ്യുക. പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം കേട്ടോ. ലാറ്ററൽ മെരിസ്റ്റംസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാ വരിക? വാസ്കുലാർ കാമ്പിയം, കോർക്ക് കാമ്പിയം ആണ്. വാസ്കുലാർ കാമ്പിയത്തിൽ ഇൻട്രാ ഫെസിക്കുലാർ കാമ്പിയം പ്രൈമറി ആണ്, പക്ഷെ അത് സെക്കൻഡറി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, ഇന്റർ ആണ് ആക്ച്വലി അത് സെക്കൻഡറി മെരിസ്റ്റം, അതും സെക്കൻഡറി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഫോട്ടോസിന്തസിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ PQ, അത് ഹൈഡ്രജൻ കാരിയർ ആണെന്നൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അതുപോലെ F0 F1 പറയുമ്പോൾ ആർക്കാ കൺഫർമേഷണൽ ചേഞ്ച് വരിക ചോദിച്ചാൽ F1 എഴുതണം. F0 പ്രോട്ടോൺ ചാനൽ ആണ്, F1 ATP സിന്തസൈസിങ് സൈറ്റ് ആണ്. അത് റെസ്പിറേഷനിലായാലും ഫോട്ടോസിന്തസിലായാലും F0 F1 തന്നെയാണ്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യണമെന്ന് മക്കൾ പഠിക്കണം. അതായത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനനുസരിച്ചാണ് F0 പ്രോട്ടോൺ ചാനൽ ആവുന്നതും F1 ATP സിന്തസൈസ് ചെയ്യുന്നതും. ഓക്കെ, അതുപോലെ നമുക്ക് C3 C4 സൈക്കിളിന്റെ ഡിഫറൻസ് അല്ലേ. അപ്പൊ C3 എന്ന് പറയുമ്പോൾ അത് ലോകത്തിലെ എല്ലാ പ്ലാന്റ്സും C3 സൈക്കിൾ കാണിക്കും, പക്ഷെ അവരെല്ലാവരും C3 പ്ലാന്റ്സ് അല്ല. ഓക്കെ, C4 പ്ലാന്റ്സും C3 സൈക്കിൾ കാണിക്കും. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എത്താൻ വേണ്ടി അവർക്ക് ഒരു പമ്പിംഗ് സിസ്റ്റം ഉണ്ട്, പെപ്പ് കാർബോക്സിലേസ്. അത് മീസോഫില്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് കാണുക. അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസ് ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. C4 പ്ലാന്റ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസ് ഉണ്ട്. ക്രാൻസ് അനാട്ടമി ആണ്, സെവറൽ ലെയേഴ്സ്, ഇംപെർവിയസ് ടു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണ്. അവർക്ക് അവിടെ റുബിസ്കോന് കാർബോക്സിലേസ് ആക്ടിവിറ്റി ആണ് കൂടുക എന്നൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ C3 ആണ് അത്ര CO2 കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് 450 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ ആണ് അവരുടെ സാച്ചുറേഷൻ പോയിന്റ്. C4 ആണെങ്കിൽ നമുക്കറിയാം അത് 360 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ ആണ് എന്ന് അറിയാം അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി കിട്ടിയാൽ എടുക്കാം എന്നുള്ളവരാരാണ്? C3. പക്ഷെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതാ ചോദിച്ചാൽ C4 ആണ്. ടെമ്പറേച്ചറിന് ഏറ്റവും കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരും ട്രോപ്പിക്കൽ പ്ലാന്റ്സിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ C4 ആണ്. അതുപോലെ ഫോട്ടോ റെസ്പിറേഷൻ ആര് മാത്രമേ ചെയ്യുള്ളൂ? C3 മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതും നമ്മൾ ഓർത്ത് വെക്കുക. ഇവല്യൂഷനിൽ നിങ്ങൾക്കറിയാം ആ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം. ഹാർഡി വിൻബർഗ് പ്രിൻസിപ്പിളിലെ P+Q=1 എന്നുള്ള ആ പ്രോബ്ലം ചെയ്യുക. അപ്പൊ തന്നിരിക്കുന്ന കേസിൽ ചിലപ്പോൾ റിസസീവ് ഡിസോർഡർ തന്നാൽ ആ ഇൻഡിവിജ്വൽസിനെ Q² ആയിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ റൂട്ട് കാണുക, ദെൻ കാരിയേഴ്സ് ചോദിച്ചാൽ 2pq കാണുക, ഡോമിനന്റ് അല്ലീല ചോദിച്ചാൽ P കാണുക, ഡോമിനന്റ് അല്ലീലുള്ള ഇൻഡിവിജ്വൽസിന്റെ ഫ്രീക്വൻസി ചോദിച്ചാൽ P² കാണാം. അപ്പൊ അവിടെ അത്രയും മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, ജീൻ ഫ്ലോ, അത്തരം കാര്യങ്ങളെല്ലാം ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയത്തെ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണെന്ന് ആലോചിച്ച് വെക്കുക. ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാർജ് റാൻഡം മേറ്റിംഗ് പോപ്പുലേഷനിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ജനറ്റിക് ഡ്രിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്മോൾ പോപ്പുലേഷനിലാണ്. പ്ലാന്റ് ഗ്രോത്തിലെ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് ഒക്കെ അറിയാലോ, ആരുടെ ഇൻഫ്ലുവൻസ് ആണ്? എത്തിലീന്റെ ആണ്. പീനട്ട് ജെർമിനേഷൻ, പൊട്ടറ്റോ സ്പ്രൗട്ടിംഗ് ഒക്കെ ചോദിച്ചാൽ എത്തിലീൻ എഴുതണം. റൂട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിലൊക്കെ റൂട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ ആണ്. പക്ഷെ റൂട്ടിന്റെ സർഫസ് ഏരിയ, റൂട്ട് ഹെയർ എല്ലാം ചോദിച്ചാൽ എത്തിലീൻ എഴുതണം കേട്ടോ മക്കളെ. അതുപോലെ തന്നെ എത്തിലീൻ ലാർജ്ലി ഇൻഹിബിഷൻ ആക്ഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്വാർഫിസം ഓവർകം ചെയ്യാനായിട്ട് ഗിബർലിൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആ ബയോടെക്നോളജിയുടെ ആ പ്ലാസ്മിക് ഭാഗം ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ബയോമോളിക്യൂൾ, അതുപോലെ നമ്മുടെ സ്റ്റാറ്റിൻ, കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്, അത്തരം കാര്യങ്ങൾ മൈക്രോബയോളജിയിൽ ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് മറക്കരുത്. ഐസർ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന മക്കളെ May 25 നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഏറ്റവും നന്നായി തന്നെ ചെയ്യട്ടെ. മാത്സിൽ എത്തുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, കാരണം അതൊരു ടഫ് വേയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യാറ്. അപ്പൊ നമ്പർ കൂടുതൽ ചെയ്യുമ്പോൾ ഒന്ന് ലിമിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.